അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസുഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട സഹാബി അനസ് റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്ത 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്താൽ ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധമായ ഐശ്വര്യവും നമുക്ക് വന്നു ചേരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഇത് പഠിപ്പിച്ചു തന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഔസാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി 5 ഖിസാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾ കൊണ്ട് എന്നോട് വസിയത്ത് ചെയ്തു. ഒന്നാമത്തത്, അക്സ്ബിഇൽ വുളൂഅ യസിദ് ഫി ഉംരിക. നീ എപ്പോഴും വുളൂ ഉള്ളവനായിരിക്കുക. ഒരു വുളൂ എടുത്തു കഴിഞ്ഞാൽ ആ വുളൂ മുറിയുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്ത വുളൂഇനെ നീ അതിനോടൊപ്പം തുടർത്തുക. അങ്ങനെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വുളൂഇനെ നിത്യമാക്കാമെങ്കിൽ അത് ആയുസ്സിൽ വലിയ വർധനവായിരിക്കും. അത് ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിച്ചു തരുമെന്നാണ്. വലിയ ഭാഗ്യമാണ് വുളൂവോടുകൂടി നമുക്ക് ജീവിക്കുവാനും വുളൂവോടുകൂടി മരിക്കാനും ഒക്കെ കഴിയുക എന്നുള്ളത്. ആയുസിൻ്റെ വർധനവിന് വുളൂഇനെ നിത്യമാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്തു. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വസല്ലിം അലാ ലഖീക മിൻ ഉമ്മത്തി. എൻ്റെ ഉമ്മത്തികളിൽ നിന്നും നീ കണ്ടുമുട്ടുന്നവരോടങ്ങ് സലാം പറയണം. ആരെയാണോ നീ കണ്ടുമുട്ടുന്നത്, എൻ്റെ ഉമ്മത്തികളോട് നീ അവരോടങ്ങ് സലാം പറയണം. ആ സലാം പറയുന്നതിന് ഫുഖഹാവുകൾ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിയമത്തിന് വിധേയമായി കണ്ടുമുട്ടുന്ന മുഅ്മിനിനോട് സലാം പറയാൻ നമുക്ക് കഴിഞ്ഞാൽ തക്സുർ ഹസനാത്തിക, നിന്റെ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയാക്കി തരും. അപ്പോൾ നമ്മുടെ നന്മകൾ ഇരട്ടിയായി അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതിനൊരു കാരണമാണ് മുഅ്മിനീങ്ങളോട് സലാം പറയുക എന്നുള്ളത്. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തത്, വൈദാ ദഖൽത അലാ അഹ്ലിക. നീ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫസല്ലിം അലാ അഹ്ലിക്, ആ വീട്ടിലുള്ള നിന്റെ അഹ്ലുകാരോട് സലാം പറയണം. എന്നാൽ യക്സുർ ഖൈറ ബറക്കത്തിക, നിന്റെ ആ ഭവനത്തിൽ, ആ വീട്ടിൽ അല്ലാഹു തആല എല്ലാവിധ ഖൈറുകളെയും വർദ്ധിപ്പിച്ചു തരും. അല്ലാഹു ഖൈർ, നന്മകളെ വർദ്ധിപ്പിച്ചു തരും. നോക്കൂ, വീട്ടിലേക്ക് കയറുമ്പോൾ ആ വീട്ടിലുള്ളവരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നൊരു സലാം നമ്മൾ പറയുമ്പോൾ ആ വീട്ടിൽ അല്ലാഹു തആല ഐശ്വര്യം കൊണ്ട് നിറയ്ക്കുകയാണ്, അല്ലാഹു ഖൈറുകൾ നൽകുകയാണ്. നാലാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തത്, വസല്ലി സ്വലാത്ത ളുഹ, നീ ളുഹ നമസ്കരിക്കണം. ഫഇന്നഹാ സ്വലാത്തുൽ അവ്വാബീന മിൻ ഖബ്ലിക്, അത് നിനക്ക് മുമ്പുള്ള അവ്വാബീങ്ങളായ അള്ളാഹുവുമായിട്ട് ഏറ്റവും അടുത്ത അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ നിസ്കാരമാണ് ളുഹ നിസ്കാരം എന്ന് പറയുന്നത്. നമുക്കറിയാം, സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 20-25 മിനിറ്റോളം കഴിഞ്ഞ് ളുഹർ നമസ്കാരം വരെ നീണ്ടു കിടക്കുന്ന സമയമുള്ള ഒരു നിസ്കാരമാണ് ളുഹ നിസ്കാരം എന്ന് പറയുന്നത്. വലിയ പ്രതിഫലങ്ങളാണ് ളുഹ നിസ്കാരത്തിലൂടെ, ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ളുഹ നിസ്കാരം നമ്മൾ നിത്യമാക്കുകയാണ് എങ്കിൽ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് ദുനിയാവിൽ നമ്മെ തേടി വരുന്നത്, ആഖിറത്തിലും അതുപോലെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നീ ളുഹ നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ളുഹ നിസ്കാരത്തെ നീ നിർവഹിക്കണം എന്നാണ് നാലാമതായിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്തത്. അഞ്ചാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തു, യാ അനസ് ഇർഹമിസ് സ്വഗീറ വവഖിരിൽ കബീറ. ചെറിയ ആളുകളോട്, അതായത് നമ്മിൽ പ്രായം കുറഞ്ഞ ആളുകളോട് നീ കരുണ കാട്ടണം. വലിയ ആളുകളോട്, പ്രായത്തിൽ കൂടിയ ആളുകളോട് നീ അവരെ ബഹുമാനിക്കുകയും വേണമെന്നാൽ തക്കുൻ മിർ റുഫഖാഇ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ നീ എൻ്റെ കൂട്ടുകാരനാകും. നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാളെ ഖിയാമത്ത് നമുക്ക് കൂട്ടുകാരനായിട്ട് കിട്ടാൻ ചെറിയ ആളുകളോട് കരുണ കാണിക്കുക, ചെറിയ കുട്ടികളോട് കരുണ കാണിക്കുക, വലിയ ആളുകളോട് നമ്മൾ അവരെ ബഹുമാനിക്കുക. അങ്ങനെ ചെയ്താൽ നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരനാകാൻ കഴിയും. പ്രിയമുള്ളവരെ, 5 കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇത് പാലിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്കുണ്ടാവും, ദുനിയാവിൽ മാത്രമല്ല നാളെ പരലോകത്തും. നിങ്ങൾക്ക് ഈ ഹദീസ്, ഈ അറിവ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു ചെലവുമില്ലാതെ, ഒരു സാമ്പത്തിക ചെലവുമില്ലാതെ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടമാണ് ഈ 5 കാര്യങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദുആ വസിയത്തോടെ നിർത്തുന്നു. നിങ്ങളുടെ ദുആ വസിയത്തുകളും
അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും ഇൻഷാ അല്ലാഹ് വിലപ്പെട്ട അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.